ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടറെ കാണുന്നതിനുള്ള അപ്പോയിൻമെൻറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ OP ടോക്കൺ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പ്രോസസ്സിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. പുതിയ പ്രോസസ്സ് അനുസരിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇത് മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ ചെയ്യാമെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയെന്നും ഹെൽത്ത് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുമുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണിത്. വീഡിയോ ആദ്യ അവസാനം കണ്ടതിന് ശേഷം മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം ഹെൽത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ വന്നതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും 2 ലിങ്കുകൾ കാണാം. ഇതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ ലിങ്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. ഞാനിവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യമായി ചെയ്യുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് വരുന്ന പേജിൽ യൂസിങ് മൊബൈൽ നമ്പർ എന്നും യൂസിങ് UHID എന്നും 2 ലിങ്കുകൾ കാണാം. UHID എന്നാൽ യുണീക്ക് ഹെൽത്ത് ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ്. ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന 16 അക്ക നമ്പറാണത്. രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് ലഭിക്കുന്നത്. ഇവിടെ യൂസിങ് മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്, UHID ഇല്ലാത്തവർ. അങ്ങനെ യൂസിങ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചതിന് ശേഷം തൊട്ട് താഴെ മൊബൈൽ നമ്പർ കൊടുത്ത് അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അതേപോലെ കൊടുത്ത് തൊട്ട് താഴെ സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈലിലേക്കൊരു OTP വരികയും ആ OTP പിന്നീട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് ലഭിക്കുന്നത്. ഇവിടെ ഒരു UHID നമ്പരും പേരും കാണിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇയർ ഓഫ് ബർത്ത് ജനന വർഷം രേഖപ്പെടുത്തി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി ചെയ്യാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇങ്ങനെയൊരു പേജായിരിക്കും ലഭിക്കുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് UHID എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടോക്കൺ ആവശ്യമുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ഈ ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. അങ്ങനെ ആധാർ നമ്പർ കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മുകളിൽ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി വെരിഫൈ OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആധാറിലെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഫെച്ച് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. ആധാർ ഉടമയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും പിൻകോഡ് ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. വീണ്ടും തുടർന്ന് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നമുക്ക് 16 അക്ക UHID നമ്പർ ഇവിടെ ലഭിക്കുന്നതുമാണ്. ഇത് എഴുതി സൂക്ഷിക്കേണ്ടുന്നതാണ്. ഇതേ സമയം തന്നെ മൊബൈലിലേക്ക് ഇതിൻ്റെ SMS വന്നിട്ടുമുണ്ടാകും. എന്നാലും എഴുതി സൂക്ഷിച്ച് തന്നെ വെച്ചിരിക്കണം. തുടർന്ന് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കും. ഇവിടെ പുതിയ പ്രോസസ്സ് അനുസരിച്ച് മൊബൈൽ OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടുന്നവർക്ക് എങ്ങനെയാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അതുപോലെ തന്നെ UHID ഉപയോഗിച്ച് പാസ്വേഡ് കൊടുത്തും ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്കിവിടെ പാസ്വേഡ് അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് UHID കൊടുക്കുമ്പോൾ തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കാനുള്ള കോളം വരുന്നത് നമുക്ക് കാണാം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ക്രിയേറ്റ് റീസെറ്റ് പാസ്വേഡ് എന്നൊരു ലിങ്ക് നമുക്ക് കാണാം. അവിടെ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ നമുക്ക് ലഭിച്ച UHID 16 ഡിജിറ്റ് ഉള്ളത് കൊടുക്കണം. അതിനുശേഷം ആധാർ നമ്പരും മൊബൈൽ നമ്പരും അതിന് തൊട്ട് താഴെ ക്യാപ്ച അവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം അതേപോലെ കൊടുക്കുന്നതാണ് ക്യാപ്ചയും കൊടുത്ത് തൊട്ട് താഴെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും ആ പാസ്വേഡ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ടെന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് OK കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തിരിച്ചു വന്ന് നമ്മൾ ആദ്യം കണ്ടതുപോലെ UHID എന്നുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള UHIDയും അതിനുശേഷം തൊട്ട് താഴെ ഇപ്പോൾ മൊബൈലിലേക്ക് SMS ആയിട്ട് വന്ന പാസ്വേഡ് അത് ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പാസ്വേഡാണ്. അത് മുഴുവനായിട്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം അവിടെ കാണുന്ന ക്യാപ്ച കോഡ്
കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. ഉദാഹരണത്തിന് abcd@123 അതിൽ എ എന്നുള്ള അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് സേവ് പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് പാസ്വേഡ് അപ്ഡേറ്റഡ് എന്ന് കാണിക്കുകയും ഇനി നമുക്ക് ഈ UHIDയും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ച് ഭാവിയിൽ നമുക്ക് ലോഗിൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. 2 രീതിയിൽ ലോഗിൻ ചെയ്യാം. മൊബൈൽ OTP ഉപയോഗിച്ചും പാസ്വേഡ് ഉപയോഗിച്ചും. ലോഗിൻ ചെയ്താൽ ഇതാണ് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. മൈ അപ്പോയിൻമെൻറ്റ്സിൽ പ്രസ് ചെയ്താൽ ബുക്ക് ചെയ്ത അപ്പോയിൻമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും പ്രിൻ്റ് എടുക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ മൈ മെഡിക്കൽ റെക്കോർഡ്സ് അതിൽ പ്രസ് ചെയ്ത് അങ്ങനെയുള്ള റെക്കോർഡ്സ് എല്ലാം അറിയാം. ലാബ് റിപ്പോർട്ട്സ് അറിയാം. പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടർ നടത്തിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ ഏറ്റവും അവസാനം പ്രിൻ്റ് UHID കാർഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് UHID കാർഡ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. ഇവിടെ പ്രിൻ്റ് UHID കാർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്. ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് UHID കാർഡ് എന്നുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുവാനോ പ്രിൻ്റ് എടുക്കുവാനോ ഒക്കെ സാധിക്കുന്നതാണ്. ഇവിടെ കാർഡ് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേജിൻ്റെ തന്നെ ഇടത് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 വരകളിൽ പ്രസ് ചെയ്താൽ ഇവിടെ ഡാഷ്ബോർഡിൽ കാണുന്ന അതേ ഡീറ്റെയിൽസ് തന്നെ അവിടെ താഴോട്ട് കാണിക്കുന്നതും നമുക്ക് കാണാം. ഇനി ഡോക്ടറെ കാണുന്നതിനായി പുതിയൊരു ടോക്കൺ ബുക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ അഡ്വാൻസ് അപ്പോയിൻമെൻ്റ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലുള്ള ഡോക്ടറെയാണോ കാണുന്നത് ആ ജില്ല ആദ്യം തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനിവിടെ തിരുവനന്തപുരം ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. തുടർന്ന് തൊട്ട് താഴെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്ത ജില്ലയിലുള്ള ഹോസ്പിറ്റലുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് അവിടെ വരുന്നതാണ്. അവിടെ നിന്ന് ഏത് ഹോസ്പിറ്റലാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ റഫർ ചെയ്ത ഡോക്ടറുടെ ഡീറ്റെയിൽസും ഹോസ്പിറ്റലിൻ്റെ പേരും ഒക്കെ ചോദിക്കും. റഫറൽ OP ഉള്ള ഹോസ്പിറ്റലുകളാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ ഈ റഫറൽ ഡീറ്റെയിൽസ് ചോദിക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് 10 രൂപയാണ് അതിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന് 5 രൂപ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് ഫീ ഒന്നുമില്ല. അങ്ങനെയൊക്കെ വരും. ചിലതിന് 2 രൂപയുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഈ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ജില്ലയും ഹോസ്പിറ്റലും ആ ഡിപ്പാർട്ട്മെൻറ്റും അതിനുശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ അനുസരിച്ച് ഇതിന് വ്യത്യാസങ്ങൾ വരും. ഇവിടെ ഇപ്പോൾ റഫർ ചെയ്ത ഡോക്ടറുടെ പേരും അതേപോലെ റഫർ ചെയ്ത ഹോസ്പിറ്റലും ഒക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഫീസ് 10 രൂപയാണെന്നും കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം മാസ വരുമാനം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. റേഷൻ കാർഡിലുള്ള വരുമാനം അതേപോലെ കൊടുത്താൽ മതിയാകും. റേഷൻ കാർഡിൽ മന്ത്ലി ഇൻകമാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം അവിടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ നമ്മളുടെ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റിയിൽ പ്രസ് ചെയ്താൽ താഴോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകൾ ഏതൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. അവിടെ നിന്നും ആ ടൈം ഷെഡ്യൂൾ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിന് ആനുപാതികമായിട്ടുള്ള ടോക്കൺ നമ്പറുകൾ തൊട്ട് താഴോട്ട് വരികയും ചെയ്യും. ഇവിടെ ഇപ്പോൾ 6 AM മുതൽ 9 AM വരെയുള്ളതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ആ നീല നിറത്തിൽ കാണുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. താഴോട്ട് നമ്മൾ ആ ടൈം ഷെഡ്യൂളും നമ്മൾ തൊട്ട് കൊടുത്തത് മാറ്റുന്നതനുസരിച്ച് താഴോട്ടുള്ള ടോക്കൺ നമ്പറുകളിൽ വ്യത്യാസം വരും. ആവശ്യമുള്ളത് അതിൽ നിന്നും തിരഞ്ഞെടുക്കാം. നീല നിറത്തിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ആവശ്യമുള്ള ടോക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ അത് റെഡിഷ് ആവുകയും താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരികയും ചെയ്യും. അവിടെ നമുക്ക് കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് പേയ്മെൻറ്റിനായിട്ട് മുന്നോട്ട് പോകാം. പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ കൺഫേം അപ്പോയിൻമെൻറ്റ് മാത്രമേ ഉണ്ടാകൂ. ഇവിടം കൊണ്ട് പ്രോസസ്സ് അവസാനിക്കുന്നതുമായിരിക്കും. പേയ്മെൻറ്റ് ഇല്ലാത്തവർക്ക് ഇവിടെ നിന്നും ടോക്കൺ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ഉള്ളവർക്ക് ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും കാനറ ബാങ്കിൻ്റെയും 2 ലിങ്കുകൾ കാണാം. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒരുക്കുന്നത് ഇവരാണ്. ഈ 2 ബാങ്കുകൾ മാത്രം ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവൂ എന്നതിനർത്ഥമില്ല. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കുറച്ചുകൂടെ സൗകര്യപ്രദമായത്. അത് തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരും. ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ് തുടങ്ങി ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ UPI തിരഞ്ഞെടുത്ത് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് നടത്തുകയാണ്. നിങ്ങൾക്ക് ഇതിൽ സൗകര്യപ്രദമായ ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ഗൂഗിൾ പേയുടെ പിൻ നമ്പറൊക്കെ കൊടുത്ത് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. OP ടിക്കറ്റ് നമുക്കിനി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OP ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേയ്മെൻറ്റിൽ നേരിട്ടാൽ നിങ്ങൾ ബാക്കിലേക്ക് പോയി വീണ്ടും കയറി വന്നാൽ മാത്രം മതിയാകും. ഇവിടെ നമുക്ക് OP ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് എന്ന് നമുക്കിവിടെ കാണാം. അപ്പോയിൻമെൻറ്റ് സ്ലിപ്പിൽ പ്രസ് ചെയ്ത് OP ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. അത് ഷെയർ ചെയ്യുകയോ സേവ് ചെയ്ത് സൂക്ഷിക്കുകയോ പിന്നീട് പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്.
ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്തിരിക്കുകയാണ്. ടോക്കൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ 3 വരയിൽ പ്രസ് ചെയ്യാൻ താഴെ വ്യൂ അപ്പോയിൻമെൻറ്റ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് വീണ്ടും ഇതുപോലെ ടോക്കൺ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് തന്നെയാണ് വെബ്സൈറ്റ്. ഇതാണ് ഹോം പേജ്. ഈ ഹോം പേജിൽ പ്രവേശിച്ച ശേഷം താഴോട്ട് വന്നാൽ അവിടെ ലോഗിൻ എന്നും രജിസ്റ്റർ എന്നും 2 ലിങ്കുകൾ കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ള പ്രോസസ്സുകൾ ചെയ്യാവുന്നതാണ്. ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാനും പുതിയ പാസ്വേഡ് സൃഷ്ടിക്കുവാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. UHID ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ. ഇതാണ് ആപ്ലിക്കൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പിയറൻസിൽ ലാൻഡ്സ്കേപ്പ് ആകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും UHID കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.